ഇന്ന് എൻ്റെ കൂടെയുള്ള ഒരു ഗസ്റ്റുകൾ ആരാന്ന് വെച്ചാൽ ഇൻസ്റ്റഗ്രാം അടക്കി വാഴുന്ന ഒരു ടീമാണ്. ആടലോടകം ടീമാണ് ഇന്ന് എൻ്റെ കൂടെ ഉള്ളത്. നമുക്ക് വെൽക്കം ചെയ്യാം. ഹലോ ഹലോ. ഇടയ്ക്ക് ഈ തമിഴ്നാട്ടിലെ ശവത്തിന്റെ അടുത്ത് കൂടെ ആദ്യം ഏതെങ്കിലും ഓഡിഷൻ പോലെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? എന്റെ തല എന്റെ ഫുൾ ഫിഗർ, എന്റെ തല എന്റെ ഫുൾ ഫിഗർ. എന്നെ കല്ല് 4.5 വയസ്സ് ഇളയതാണ്. അപ്പൊ അങ്ങനെ പോയി പറഞ്ഞു. അതെന്ത് കണക്ക് 4 പുറത്തുനിന്ന് ആ കൊള്ളാം നല്ല ചേട്ടൻ എന്നൊക്കെ നമ്മൾ മനസ്സിൽ തോന്നുമല്ലോ. നല്ല ഡീസന്റ് അടക്കുന്നു പോകുന്നു ഭയങ്കര. ചേട്ടൻ വീഡിയോ ഒക്കെ ചെയ്യുന്നല്ലേ? ഞാൻ വീഡിയോ ഒക്കെ ചെയ്യാറുണ്ട്. ഞാൻ വീഡിയോ ഒക്കെ കാണാറുണ്ട്. ലൈക്കും കമന്റും ഷെയറും ചെയ്യാം. എന്ത് കമന്റ് ഇടുന്നത്? ചേട്ടൻ സൂപ്പറാണ്, ചേട്ടൻ ലുക്കാണ്. നമ്മളും ആ വീഡിയോയിലുള്ളവരാണ്. എന്തിന്റെ ഡോക്ടറാ? ഞാൻ ഹോമിയോ. ഹോമിയോ. ഇപ്പൊ ഷൂട്ടായിട്ട് അങ്ങോട്ട് പോകുന്നതേ കുറവാണ്. എന്തിനു വെറുതെ അറിയാത്ത പണിക്ക് വേണം, അതാണ് സംഭവം. ഇതൊക്കെ എന്ത് എന്താണ് മച്ചാനെ? നല്ല കളിച്ചോ. സൂപ്പർ. പയ്യുകൾ മേയും കാണാ തീരത്ത് ചാടി ചാടി പോവാ. കോൺസെപ്റ്റിലുള്ള ഗേൾ ഫ്രണ്ട് എങ്ങനത്തെ ഗേൾ ഫ്രണ്ട് ആയിരിക്കണം? ഭാവനയിലുള്ള മസ്താനിയെ പോലെ മതി. രാവിലെ എണീക്കണം, ചായ കൊണ്ട് തരണോ? ഏയ് ഇല്ല, അതൊക്കെ പഴയ കോൺസെപ്റ്റ് അല്ലേ. ആര് പറഞ്ഞാൽ അത് ഇപ്പോഴും ഉണ്ട്, ഞാൻ കൊണ്ടുവരൂലേ ചായ. ഹായ് ഹലോ, വെറൈറ്റി മീഡിയയുടെ പുതിയൊരു ചർച്ചയിലേക്ക് സ്വാഗതം. ഞാൻ മസ്താനി ആൻഡ് ദിസ് ഇസ് അവർ ഷോ മസ്തി വിത്ത് മസ്താനി. ഇന്ന് എൻ്റെ കൂടെയുള്ള ഒരു ഗസ്റ്റുകൾ ആരാന്ന് വെച്ചാൽ ഇൻസ്റ്റഗ്രാം അടക്കി വാഴുന്ന ഒരു ടീമാണ്. ഇവർ ചെയ്യുന്നതൊക്കെ വൈറലാണ്. ഇവരുടെ ഫേസ് കണ്ട മില്യൺസ് ആൻഡ് മില്യൺസ് വ്യൂസ് ആണ് വരുന്നത്. സോ ആടലോടകം ടീമാണ് ഇന്ന് എൻ്റെ കൂടെ ഉള്ളത്. നമുക്ക് വെൽക്കം ചെയ്യാം. ഹലോ ഹലോ. നമുക്ക് ഇങ്ങനെ ഒരു ഇതൊന്നുമല്ലല്ലോ. എന്താ മുഖം കണ്ട മില്യൻ കിട്ടുമെന്ന് പറയണത്? നിങ്ങളുടെ ഫേസ് കണ്ട ട്രെൻഡിങ്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം, അങ്ങനെ പോകുന്നു. അവിടെ എങ്ങനെയുണ്ട്? നല്ല വിശേഷം. എങ്ങനെയുണ്ട് ട്രിവാൻഡ്രം? എങ്ങനെയുണ്ട്? ഫസ്റ്റ് ടൈം ആണോ അതോ ഇതിനു മുമ്പ് വന്നിട്ടുണ്ടോ? ഒരുപാടായിട്ട് വന്നിട്ടുണ്ടോ? ഇന്റർവ്യൂ പർപ്പസിന് വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ട്. ഓക്കെ, എന്തെങ്കിലും ചോദിക്കും. ഞാൻ ചോദിച്ചോ? ഹലോ ഹായ്. ഞാൻ അവിടെ വന്നിരിക്കാം. അതാണ്, അങ്ങനൊരു അവസരം ഉണ്ടാവട്ടെ. ഓക്കെ, ടാസനെ ഞാൻ ഇതിനു മുന്നേ ഇന്റർവ്യൂ എടുത്തു, മായാവനത്തിന്റെ. അന്ന് ഇച്ചിരി ഇതായിരുന്നല്ലേ, എന്താ മമ്മൂട്ടിയെ പോലെ ഷോയാ? ഭയങ്കര ഷോ ആയിരുന്നു. വെള്ളിത്തിരള എന്റെ ക്യാരക്ടർ എന്റെ റോൾ എന്ത് പറ്റി? വിളിച്ച് ചോദിച്ചു എന്തിനർത്ഥം ഇങ്ങനെ മമ്മൂട്ടി എല്ലാം വിളിച്ച് പറഞ്ഞ. കൊറേ ഉണ്ടായിരുന്നു അന്ന്. ഒരു ദിവസം തന്നെ 7 ഇന്റർവ്യൂ അങ്ങനെ. ഞാൻ മടുത്തല്ലേ? എന്റെ ഫസ്റ്റത്തെ ആയിരുന്നില്ലേ? അല്ലല്ല, രണ്ടാമത്തെ മൂന്നാമത്തെ ആയിരുന്നു. ആണോ? എന്നാലും കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ എന്തൊക്കെയുണ്ട്? അപ്പൊ ആടലോടകമാണ് നിങ്ങളെ ഒരുമിപ്പിച്ചത്. എങ്ങനെയായിരുന്നു ഇതിന്റെ സ്റ്റാർട്ട്? ആരായിരുന്നു സ്റ്റാർട്ട്? നമ്മളാദ്യം എല്ലാവരും ഇൻഡിവിജ്വല് നമ്മളിങ്ങനെ ചെയ്യുമായിരുന്നു. അനീഷ് ചെയ്യുമായിരുന്നു, സുബിൻ ടാർസൻ അങ്ങനെ. അപ്പം ടാർസൻ്റെ ക്രൂവിലുള്ളവർക്ക് സിനിമ എല്ലാവരും ആയപ്പം പിന്നെ ടാർസൻ ആടലോടകത്തിൻ്റെ ഇത് ചെയ്യാനായിട്ട് അനീഷിൻ്റെ അവിടെ വന്നു. അപ്പം അങ്ങനെ വന്നപ്പം നമ്മളെല്ലാവരും കട്ട വൈബായിട്ട് തോന്നി. പിന്നെ അങ്ങനെ ഒരുമിച്ചു ഒന്നിച്ച് സെറ്റായി. ഇവിടെ ഏറ്റവും കൂടുതൽ ഭയങ്കര നമ്മളെ എടുത്ത് നോട്ടീസ് ചെയ്യുന്ന ഒരു സാധനമാണ് ആരോമലുടെ. ഹലോ, എന്തൊക്കെയുണ്ട് ശേഷം? ഒരു വാക്ക് മിസ്സായാ തീർന്നു. ആരോമലും ബിജോയും ആണ് മെയിൻ താരങ്ങൾ ആക്ച്വലി ഇന്നത്തെ ഇന്റർവ്യൂടെ. അതെ, ആദ്യമായിട്ടാണ് ആരോമല്. ഇവർ രണ്ടുപേരും അല്ല, വിജയ് നേരത്തെ ഉണ്ട്, ആരോമല് ആദ്യമായിട്ടാണ്. അത് മാത്രമല്ല നമ്മുടെ ഫുൾ ടീം, ഇത്രയും ടീം ആദ്യമായിട്ടാണ് ഇന്റർവ്യൂവിന്. ഓക്കെ, എന്തുണ്ട് വിശേഷം? ഇപ്പൊ ഏത് ക്ലാസ്സിലാ? 10-ലോ? ഈ ക്ലാസ് എവിടുന്നാ? തഗ് വെക്കുമ്പോ വെച്ചിട്ടുണ്ട്. എങ്ങനെയുണ്ട് ഇവരുടെ കൂടെ ഉള്ള വൈബൊക്കെ? സൂപ്പറാണ്, നല്ല രസമുണ്ട്. എങ്ങനെ എത്തിപ്പെട്ടു എന്ന് പറ. വെച്ചിട്ടാണ് ഒരു ദിവസം കണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, നീ സാധാരണ സംസാരിച്ചാൽ മതി, കുഴപ്പമൊന്നുമില്ല. ഒരു ദിവസം സച്ചിട്ടാണ് പുറത്ത് വെച്ച് കണ്ട് ഒരു കടയിലൂടെ വെച്ച്. അപ്പം ഞാൻ ചോദിച്ച് എനിക്കൊരു
ഒരു റോൾ വരുമെന്ന് കേട്ടോ സച്ചേട്ടൻ പറഞ്ഞ് വന്നോ കുഴപ്പമില്ല അങ്ങനെ ഞാൻ ചെന്ന് അഭിനയിച്ചു. നോർമൽ പറയുമ്പോൾ പറ മൈക്കുള്ളതായിട്ട് നീ ഫീൽ ചെയ്യണ്ട. പറഞ്ഞോ. ഗ്രൗണ്ടിൽ കളിക്കണമെന്നൊക്കെ വിചാരിച്ചോ? പറഞ്ഞോ. അത്രയും വിചാരിക്കണം. ശരിയല്ല. ഒരു ദിവസം പുറത്ത് വെച്ച് സച്ചേട്ടൻ കണ്ട് കടയിൽ വെച്ച്. അപ്പൊ സച്ചേട്ടൻ ഞാൻ കേട്ട് എനിക്ക് ഒരു ചാൻസ് തരും അഭിനയിക്കണം എന്ന് വെച്ചപ്പോൾ സച്ചേട്ടൻ പറഞ്ഞ് തരാം എന്ന് വന്നോ കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ചെന്ന് സച്ചേട്ടൻ വീഡിയോയിലെടുത്ത് ഞാൻ അങ്ങനെ അഭിനയിച്ചു. ആദ്യം ഏതെങ്കിലും ഓഡിഷൻ പോലെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഇല്ല ഇല്ല ഇന്ന സീൻ അഭിനയിച്ച് കാണിച്ചെടുക്കാന്നാണോ പറഞ്ഞത്, അല്ലെങ്കിൽ ഡയറക്റ്റ് എടുത്തോ? ഡയറക്റ്റ് അങ്ങ് എടുത്തു. ആണോ? ഫസ്റ്റ് അഭിനയിച്ചത് ഏത് സീനായിരുന്നു, ഓർമ്മയുണ്ടോ? ഡക്ക് ഡക്കായിട്ട് അഭിനയിച്ചു. ബൈക്കിന്റെ ഒരു ബൈക്കിന്റെ വീഡിയോ. അത് സംഭവം ചെയ്ത ഒരു കടയിൽ നിന്ന് ജ്യൂസ് കുടിച്ചോണ്ടിരിക്കുന്നു. ഒരു ചാനലിലും പറ്റിക്കൊണ്ടേ. അപ്പൊ ചേട്ടന്മാരുടെ ഈ ചെറുക്കനെത്തി വീഡിയോയിൽ അഭിനയിപ്പിക്കുന്നത്. അപ്പം ഭയങ്കര സംസാരമായി. ഭയങ്കര സംസാരം, നല്ല രസമുണ്ട്. ചേട്ടാ അണ്ണ എന്നെ വീഡിയോയിൽ എടുക്കുവണ്ണ. അപ്പൊ ഞാൻ പറഞ്ഞു അവിടെ എടുക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു അതേ ചുമ്മാ ഇരിക്കുന്നു. അപ്പൊ എപ്പോഴും വഴി പോയി കണ്ടാലും കൈയൊക്കെ എടുത്ത് ഇങ്ങനെ കാണിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു എടുക്കാന്ന് പറഞ്ഞ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി വന്നപ്പോ ഞാൻ അവനെ വിളിച്ച് അങ്ങനെ ചെയ്ത് ആ ഒറ്റ വീഡിയോ തന്നെ അവൻ ക്ലിക്കായി. ഇപ്പോ ബിജോയിലേക്ക് വരുമ്പോ ബിജോയും ഇവരുടെ ഒരു മെയിൻ പാർട്ടാണ്. ഇപ്പൊ +1 +2 സ്കൂളിലൊക്കെ എങ്ങനെയുണ്ട് റെസ്പോൺസ് ഒക്കെ? സ്കൂളിൽ അങ്ങനെ വലിയ റെസ്പോൺസ് ഒന്നും ഇല്ല. സ്കൂളില് ഫാൻസ് ഒക്കെ ഉണ്ടോ? ഫ്രണ്ട്സ് ആണ്, അങ്ങനെ ഫാൻസ് ആണെന്ന് പറയാനൊന്നും പറ്റൂല. എല്ലാരും സ്കൂളിൽ പോണ കുറവാണ്. പോയിട്ടില്ല, വെറുതെ ഫുൾ ഇവരോട് ഇങ്ങനെ ആക്ട് ചെയ്ത് അല്ലെങ്കിലും പഠിക്കൂല. അല്ലെങ്കിലും സ്കൂളിൽ അങ്ങനെ പോകാൻ നമ്മള് വീഡിയോ എടുക്കുന്നത് 4:30 ശേഷമാണ്. സ്കൂൾ ടൈം കഴിഞ്ഞിട്ടുള്ളതാണ് 4:30 ശേഷം. അതുവരെ ഇവ എവിടെയാണെന്നോ എന്ത് ചെയ്യുന്നതോ നമുക്ക് ഒരു ഉത്തരവാദിത്തമില്ല. തോറ്റ പൂർണ്ണ ഉത്തരവാദിത്തം അവന് മാത്രമാണ്. സ്കൂൾ അവന്റെ അടുത്താണ്. അതുകൊണ്ട് അവിടെ നിന്ന് ഭയങ്കര ഐഡിയ കേട്ടോ. ഇന്റർവ്യൂവിൽ ഒന്നും പറയണം. ഫുൾ ടൈം നമ്മളോട് തന്നെ എപ്പോഴാ ഫുൾ ടൈം നമ്മളോട് സേഫ് സോൺ ആയില്ല. ഇനിയിപ്പോ തോറ്റാൽ ഇവരല്ലേ കുറ്റം പറയണം? തോക്കത്തൊന്നുമില്ല, ജയിക്കും. ഏതാ +2? ഞാൻ ഹ്യൂമാനിറ്റീസ്. ഹ്യൂമാനിറ്റീസിൽ നീ പഠിച്ചിട്ടുള്ള ഏതെങ്കിലും കുറച്ച് പോർഷൻ പറയണ്ടോ? തോക്കത്തില്ലല്ലോ. തോക്കാതിരിക്കാൻ വേണ്ടി നീ എഴുതുന്ന എന്തെങ്കിലും ഒരു സാധനം പറയേ. ഫിലോസഫി ഹിസ്റ്ററി ഉണ്ട്. എന്നാ വാഗൺ ട്രാജഡി എന്ന് പറ. അതൊന്നും പഠിക്കാനില്ല എനിക്ക്. അതെന്ത് ഹിസ്റ്ററി ഇല്ലാത്ത? +2 അതൊക്കെ ഉണ്ട്. അതൊക്കെ ഉണ്ട്. ബിജോയ് എങ്ങനെ ഇവരുടെ കൂടെ എത്തിപ്പെട്ടു? ഞാൻ ഒരു ദിവസം ഇങ്ങനെ ഗ്രൗണ്ടിൽ കളിച്ചോണ്ടിരിക്കുക. നമ്മളെല്ലാരും ഗ്രൗണ്ടിൽ കളിക്കാനൊക്കെ പോവാം പണ്ടോട്ട്. അപ്പം നമ്മളല്ല, നീ ചുമ്മാ വെള്ളം കുടിക്കാൻ വേണ്ടി പറഞ്ഞത്, നമ്മൾ കളിക്കാൻ പറഞ്ഞു. എന്തോ നേരം ഗ്രൗണ്ടിൽ വന്ന് ചേരും എല്ലാരും കൂടെ ഒരു 4-4:30 ആകുമ്പം. അപ്പോഴും ഒരു ദിവസം ഇത് കണക്ക് ഇങ്ങനെ വീട്ടില് പെയിന്റ് അടിക്കാൻ വേണ്ടി വരുമെന്ന് പറഞ്ഞ് ചോദിച്ചു സച്ചിജാന്റെ വീട്ടിൽ. അങ്ങനെ അവിടെ പോയി പെയിന്റ് ഒക്കെ അടിച്ച് അങ്ങനെയൊന്നല്ല, നമ്മള് ലോക്ക്ഡൌൺ സമയത്ത് വേറെ ജോലിയൊന്നുമില്ല. അപ്പം അവിടെ പോയി പെയിന്റ് അടിച്ചോണ്ട് അങ്ങനെ ഒരു ദിവസം ഇങ്ങനെ ചോദിച്ച് വീഡിയോ എടുക്കാൻ വെറുതെ ഇരിക്കുകയല്ലേ, എടുത്തു നോക്കാൻ. ടിക്ടോക്ക് ഒക്കെ പോയി, അപ്പോൾ ബാനായി. അപ്പൊ ഇൻസ്റ്റയിൽ റീൽസ് വന്നു. അപ്പൊ ചെയ്ത് നോക്കാം. ആദ്യം 30 സെക്കൻഡ് ആയിരുന്നു. അങ്ങനെ നമ്മള് റൈഡർമാരെ താറ്റി ഒരു വീഡിയോ ചെയ്ത് കളിയാക്കി. റൈഡർമാരെ ഹെൽമറ്റ് എന്തെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്ത്. അത് പിന്നെ ആദ്യം 1-2 വീഡിയോ വലിയ റീച്ച് ഒന്നുമില്ല. പിന്നെ കുറെ നാൾ കഴിഞ്ഞപ്പോൾ അതിങ്ങനെ കയറി വന്നു. പിന്നെ ഒരു കുറച്ച് വ്യൂ കയറി വന്നപ്പോൾ പിന്നെ മനസ്സിലായി ഇനി ചെയ്താ കയറിയാലോ എന്ന് വിചാരിച്ച് ചെയ്തതാണ് നമ്മൾ രണ്ടുപേരും കൂടെ. അപ്പോഴേ പിന്നെ സ്ഥിരമായി വീഡിയോ ഒക്കെ. മേഖലയിലേക്ക് വരുമ്പോ നിങ്ങള് കല്യാണം കണ്ട് എത്ര നാളായി? 10 മാസം. 10 മാസം. ഏപ്രിൽ 20. ഇപ്പൊ ലവ് മാരേജ് ആയിരുന്നില്ലേ? 8 years അല്ലേ? 9 വർഷം. 8 വർഷം. എനിക്ക് നിങ്ങളെ കൂടെ കഴിഞ്ഞപ്പോഴും അവർ പറഞ്ഞു വിട്ട് ഞാൻ കല്യാണ ദിവസം 8 വർഷം ഇവര് സ്നേഹിച്ചു, പിന്നെ കല്യാണം കഴിച്ചില്ലേ? 9 വർഷമായി. എന്താ ഫസ്റ്റ് ഡേ ഈ ഫെബ്രുവരി 9 വർഷമായി. 9 വർഷമായി. ഫെബ്രുവരി എത്ര ആയിരുന്നു? 20. ഫെബ്രുവരി 20. ഞാൻ എക്സാം എഴുതാൻ വന്നു. കേക്ക് കട്ട് ചെയ്യാൻ വിളിച്ചപ്പോ വരാത്തില്ല. അതുകൊണ്ട് എനിക്ക് ഓർമ്മയുണ്ട്. എന്താ ഈ ഒരു ഇത്രയും ലോങ് ലാസ്റ്റിംഗ് റിലേഷൻഷിപ്പിന്റെ സീക്രട്ട്? അന്ന് വേറെ പെമ്പിള്ളേർ കമ്പനി ഇല്ലേ? എനിക്ക് വേറെ ഒരു കമ്പനി ഇപ്പുണ്ടോ? ഇപ്പൊ ഉണ്ട്. കല്യാണം കഴിഞ്ഞതിന് ശേഷം. ആരാദ്യം പ്രപ്പോസ് ചെയ്ത? ഞാൻ. എങ്ങനെ? ഉണ്ട്.
ഇനി അതിൽ കൂടുതൽ എങ്ങനെ എവിടെ വെച്ചെന്ന് ഇത് കട്ടലിൽ പോകും. ഇവിടുത്തെ ബാക്കിൽ ഇരുന്ന് ചിരിച്ചു തള്ളയും. ഇത് കണ്ണില് മറ്റേ വെള്ളവട്ടം വരാനുള്ള കൃഷ്ണമണി വെള്ളവട്ടാവുക. അവർക്ക് എന്തേലൊക്കെ വേണ്ടേടാ. പറ. ഞാൻ എന്തോ സ്കൂള് വിട്ട സമയമായിരുന്നു, നമ്മള് 9 എന്തോ പഠിക്കുക. അപ്പൊ അന്ന് കൊച്ചു പിള്ളേരെ നോക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് വളയും. അതുകൊണ്ട് എന്നെ കല്ല് 4.5 വയസ്സ് ഇളയതാണ്. അപ്പൊ അങ്ങനെ പോയി പറഞ്ഞു. അതെന്ത് കണക്ക് 4 അര 4.5. അത് കുറച്ച് തോന്നിക്ക 5 വയസ്സ് നമുക്ക് റൗണ്ട് ചെയ്ത് പറയാം. ഓ എന്ത് കരുതലാ. 4 എന്ന് പറയാം. ഇവര് കാര്യത്തിൽ ഇടപെടാ. അപ്പൊ അങ്ങനെ ഞാൻ പ്രപ്പോസ് ചെയ്തു. അപ്പൊ അങ്ങനെ ഒരു തിരിച്ച പ്ലസ് പറയണ ഒരു 11 ദിവസം. ഭാഗ്യം പറഞ്ഞല്ലേ 7 അത് ഞാൻ തർക്കിക്കാൻ 11 ദിവസം. 11 ദിവസം എടുത്തു. 11 ദിവസം കൊണ്ട് സെറ്റായി. 11 ദിവസം എന്ന് പറയുന്നത് എത്ര 24 മണിക്കൂർ. അത് ശരിയാണ്. എത്ര സെക്കൻഡ്സ് ഉണ്ട്? അതാ എത്ര സെക്കൻഡ്സ് ഉണ്ട്, ഇത്ര മിനിറ്റ് ഉണ്ടല്ലോ. എത്ര minute അപ്പൊ അങ്ങനെ പോയി പറഞ്ഞ് അങ്ങനെ സെറ്റായി. ആളിങ്ങനെ പ്രപ്പോസ് ചെയ്തപ്പോ ഫസ്റ്റ് എന്തായിരുന്നു മനസ്സിൽ വന്നത്? എനിക്കൊന്നും തോന്നിയില്ല. പിന്നെ നമുക്ക് അറിയാം ഡിസ്റ്റന്റ് കസിനായിട്ടൊക്കെ വരും. അപ്പം ഇത് കുറെ നാളോട് ഏത് വകയിലാണ് കസിൻ എനിക്കറിയാം. അവന്റെ അച്ഛനും അറിഞ്ഞൂടെ അമ്മയ്ക്കും ചോദിക്കണ എല്ലായിടത്തും ഇതാണ് പറയുന്നത്. എന്റെ അച്ഛന്റെ ഇനിയും പോട്ടെ. അങ്ങനെ നോക്കിയൊരു ബന്ധമാണ്. ആദാമിന്റെ കാലത്തിൽ പോ, അതാകുമ്പോ പിന്നെ ഓക്കെ ആവും. പക്ഷെ ഏതോ രീതിയിൽ ബന്ധമായിട്ട് വരും. ഹസ്ബൻഡ് ആണല്ലോ. അതൊരു ബന്ധം. അപ്പൊ അങ്ങനെ പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. പിന്നെ പുറത്തുനിന്ന് കണ്ടിട്ടുണ്ട്. പുറത്തുനിന്ന് ആ കൊള്ളാം നല്ല ചേട്ടൻ എന്നൊക്കെ നമ്മൾ മനസ്സിൽ തോന്നുമല്ലോ. നല്ല ഡീസന്റ് അടക്കുന്നു, പോകുന്നു, ഭയങ്കര ഓവർ അങ്ങനെ വേറുന്നില്ല. അപ്പൊ നമുക്കൊരു നല്ല ഇമേജ് ഉണ്ടായിരുന്നു. വന്ന് പറഞ്ഞപ്പം പോയി. പക്ഷെ എന്നാലും വെറുതെ തിരിച്ച് ഇഷ്ടമാണെന്ന് പറഞ്ഞു. ചുമ്മാ നമുക്ക് ടൈം പാസ് നോക്കാലോ. നോക്കി നോക്കി പിള്ളേർക്ക് ഇങ്ങനെയാണ് കേട്ടോ. അത് സത്യം. സച്ചിചാരൻ അതാണ് പറ്റിപ്പോയത്. ഓ ആ കണ്ണാടി ബീഡിയും വെക്കണവന് പ്ലീസ്. ഇഷ്ടാന്ന് പറയാനുണ്ടായിരുന്ന ഒരു മോട്ടീവ് എന്തായിരുന്നു? എന്നുവെച്ചാൽ നേരത്തെ ഞാൻ പുറത്തുനിന്ന് കണ്ടിട്ടുണ്ട്. ഇവരെ കസിന്റെ ഒക്കെ വീട് എന്റെ വീടിന്റെ അടുത്തല്ലേ. അപ്പൊ അവിടെയൊക്കെ വരുമ്പോ ഭയങ്കര എന്നുവെച്ചാ ഡീസന്റ് ആയിട്ടൊക്കെ ഇങ്ങനെ നിക്കുന്ന ഞാൻ വിചാരിച്ചു. ഞാൻ അന്ന് തെറ്റിദ്ധരിച്ചു. അപ്പൊ അതില് ഞാൻ ചുമ്മാ അങ്ങ് പറഞ്ഞു ഇഷ്ടമാണെന്ന്. പ്രത്യേകിച്ച് അങ്ങനെ മോട്ടീവ് ഒന്നും ഇല്ല. പറഞ്ഞു. അന്ന് പ്രപ്പോസ് ചെയ്ത പ്രപ്പോസൽ ഓർമ്മയുണ്ടോ? ഇല്ല. നിനക്ക് ഓർമ്മയില്ലേ? ഇതൊക്കെ ഓർത്ത് വയ്ക്കാൻ പിന്നെ പഠിക്കാമെന്നല്ല. എങ്ങനെയെങ്കിലും മറക്കാൻ നോക്കണായിരിക്കും. വെച്ചിട്ടല്ലേ അതെങ്കിലും ഓർമ്മയില്ല. ഇല്ല ഞാൻ നിങ്ങള് ആകാശ വീഡിയോ എടുത്തിട്ട് യൂട്യൂബ് ചാനലിൽ നിങ്ങളല്ല. ബസ്സിലാണെങ്കിലും ഓർമ്മയുണ്ട്. ബസ്സിലാണ് ഇങ്ങനെ സൈഡിൽ ഇരിക്കുവായിരുന്നു. അല്ല അത് ഞാൻ പറഞ്ഞുതരാം. ആദ്യം ഞാൻ അവളുടെ അടുത്ത് പ്രപ്പോസ് ചെയ്തെന്ന് പറഞ്ഞാൽ മേഘ എനിക്ക് ഇഷ്ടമാണ്, അപ്പോൾ നമുക്ക് ഫാമിലി പരമായിട്ട് എല്ലാം അറിയാം, അപ്പം കുറച്ച് കാലം കൂടി കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം എന്നൊക്കെ രീതിയിലാണ് പ്രപ്പോസ് ചെയ്യുക. ഭയങ്കര പൈങ്കിളി അടിച്ചിട്ടൊന്നും അല്ല. അപ്പൊ ഞാൻ തിരിച്ച് ഇവിടുത്തെ എസ് കേൾക്കാൻ വേണ്ടി പോകുന്നത് ഒരു ആംകോസ് ബസ്സിലാണ്. അപ്പൊ അതിന്റെ ബാക്കിലിരിക്കുകയായിരുന്നു. അപ്പൊ ഞാൻ അപ്പൊ ഇവളുടെ ഫ്രണ്ട് ഇരുന്നിട്ട് ഇവള് എന്റെ ഫ്രണ്ട് ഇരിക്കും. അപ്പൊ ഞാൻ മേഘ റിപ്ലൈ കിട്ടിയില്ല എന്ന് പറഞ്ഞു. അപ്പൊ അവള് പറഞ്ഞു എന്തോ കേട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു ഞാൻ ഫ്രണ്ടിലോട്ട് വരട്ടെ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ അതിന്റെ ഹാപ്പിനെസ്സിൽ നേരെ എടുത്ത് ചാടി കൊടുത്തു. മോളൊരു മറ്റേ ഇത് സാധനം വെച്ചിട്ടുണ്ട്, നേരെ ഒരു ഒറ്റ അടി തലയിൽ. അപ്പൊ ഞാൻ അതും തടവിക്കൊണ്ടിരുന്നപ്പോ തന്നെ അതിൽ ചിരിച്ച്. അപ്പൊ ഞാൻ വെച്ച് പോസിറ്റീവ് ആയിരിക്കും, തല കിട്ടിയാ എന്താ ഒന്നും പറഞ്ഞില്ലേ. അപ്പൊ നേരെ തലയിൽ തടവിക്കൊണ്ടപ്പോ ഇരുന്നപ്പോ ഞാൻ ചിരിച്ച് റിപ്ലൈ ഒന്നും പറഞ്ഞില്ല. അപ്പൊ ഞാൻ ഇങ്ങനെ ദേഹത്തൊന്നും തച്ചില്ല, ഇങ്ങനെ ഇരിക്കത്തുള്ളൂ. ഭയങ്കര ഡീസന്റ്. അപ്പൊ ഞാൻ വെച്ചു ഓ നല്ല ചെറുക്കൻ. കാരണം നോർമൽ എല്ലാവരും നമ്മള് ഇങ്ങനെയല്ലേ വരുള്ളൂ. ഇത് നല്ല ഭയങ്കര ഡീസന്റ് ആയിട്ടൊക്കെ ഇരിക്കുന്നു. തെറ്റിദ്ധാരണ മാത്രമായിരുന്നു. അഭിനയിക്കാൻ അറിയണ്ടേ. അപ്പൊ അങ്ങനെ ചോദിച്ചപ്പോ അവള് പറഞ്ഞു എന്താ. അപ്പൊ നീ എന്താ റിപ്ലൈ പറഞ്ഞു? ഇഷ്ടമാണെന്നോ. അപ്പൊ ഞാൻ ചോദിച്ചു ഇപ്പൊ നമ്മള് കല്യാണമൊക്കെ കഴിക്കാൻ കുറെ നാളെടുക്കുമല്ലോ, കുറെ വർഷം എടുക്കുമല്ലോ, അത്രയും വർഷം എനിക്ക് വേണ്ടി കാത്തിരിക്കാൻ പറ്റുമോ എന്ന് ഞാൻ ചോദിച്ചു. അപ്പൊ പഠിക്കണ പെണ്ണ് ചോദ്യം ഫ്യൂച്ചർ ക്രിഞ്ചടിക്കുവായിരുന്നല്ലേ ആ പ്രായത്തില്. അന്ന് ഞാൻ മെച്യൂരിറ്റി ആണോ ഇതൊക്കെ സംസാരിച്ചപ്പോഴേ. അത് ഇടയ്ക്ക് ഈ തമിഴ്നാട്ടിലെ ശവത്തിന്റെ അടുത്ത് എന്റെ സെയിം ഡ്രസ് എടുത്തിട്ടുണ്ട്, ആരും അറിയയില്ല.
അങ്ങനെ ചോദിച്ചു കാത്തിരിക്കാൻ പറ്റുമോ, അപ്പൊ പറഞ്ഞു ആ പറ്റും എന്ന് പറഞ്ഞു. പിന്നെ അത് അങ്ങനെ പോയി ലെറ്റർ എഴുത്താണ്, സംസാരിക്കാനായിട്ട് ലെറ്ററാണ് ഫോണൊന്നും ഇല്ലാത്ത സമയമായിരുന്നു, അവക്കില്ലായിരുന്നു. പിന്നെ ലെറ്റർ എഴുത്തൊക്കെ ആയിരുന്നു. പിന്നെ ലെറ്റർ എഴുതി വാ കൊണ്ട് പറയാൻ പഠിക്കുന്ന പലതും ലെറ്ററിലും എഴുതാം. അത് തന്നെ. ഓക്കെ, ലൈവായിട്ട് ഒന്ന് പ്രപ്പോസ് ചെയ്യാം അയ്യോ ഇല്ല പ്ലീസ്. ഇല്ലേ, എന്തിനു വെറുതെ പ്രപ്പോസ് ചെയ്യുന്നേ കുട്ടിക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്. 24 വയസ്സുണ്ടെങ്കിൽ ഇപ്പോഴും പഴയ 9ാം ക്ലാസ് നീ പ്രപ്പോസ് ചെയ്യടി. എല്ലാം സാധാരണ ഞാനല്ലേ റിയൽ ലൈഫില് ഞാനല്ലേ പ്രപ്പോസ് ചെയ്തിട്ടില്ലെങ്കിൽ അത് കാണാൻ കൊതിയാവും. കള്ളം പറയല്ലേ. അവിടെ അത് ന്യായമായിട്ടുള്ള തീരുമാനം. റിയൽ ലൈഫിൽ അവൻ ചെയ്തു, ഇപ്പൊ നീ ചെയ്യണം. നിന്റെ പ്രപ്പോസൽ ഞാൻ ഇന്നേ വരെ ആരെയും അങ്ങോട്ട് പ്രപ്പോസ് ചെയ്തിട്ടില്ല. കോളേജ് ബ്യൂട്ടി ആയിരിക്കും. സത്യമായിട്ട് ലൈഫിൽ ഞാൻ അപ്പൊ ഒരു പുതിയ അവസരമല്ലേ? അവസരല്ലേ? എന്ത് ഹസ്ബൻഡിന് ചെയ്യാൻ പാടാ എങ്കിൽ ബിജോയ് പ്രപ്പോസ് ചെയ്തു. പ്രപ്പോസ് ചിരി വരണില്ല ആർക്കും. എന്ത് വേണം? ചേട്ടാ വീഡിയോ ഒക്കെ ചെയ്യുന്നല്ലേ? ഞാൻ വീഡിയോ ഒക്കെ ചെയ്യാറുണ്ട്. ഞാൻ വീഡിയോ ഒക്കെ കാണാറുണ്ട്. ലൈക്ക് ചെയ്യാറുണ്ടോ? ഞാൻ ലൈക്കും കമന്റും ഷെയറും ചെയ്യാം. എന്ത് കമന്റ് ഇടുന്നേ? ചേട്ടൻ സൂപ്പറാണ്, ചേട്ടൻ ലുക്കാണ്, ചേട്ടനെ പോലെ ഒരു ഹസ്ബൻഡ് എനിക്ക് കിട്ടണം എന്നൊക്കെ. ഫ്രണ്ട്സിന് വേണമെങ്കിൽ കമന്റ് പറയാട്ടോ. ഫ്രണ്ട്സ് ആയിട്ട് നിൽക്കുമല്ലേ? ഏതൊരൊത്തരെ പോകുന്ന നോക്കട്ടെ. ഞാൻ സ്വപ്നം കാണാറുണ്ട് ചേട്ടന്. എന്തിനാ അതൊക്കെ ആവശ്യമില്ല. ബൈബിള് എന്റെ മനസ്സിലെ ഹസ്ബൻഡിന്റെ രൂപം ചേട്ടനെ പോലെ ഇരിക്കും. ആണോ? വിധിയാണല്ലോ. ചേട്ടൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മളും ആ വീഡിയോയിലുള്ളവരാണ്. പക്ഷെ എന്റെ സ്വപ്നത്തിലെ വില്ലന്റെ കഥാപാത്രമാണ് സുധീർ ചേട്ടൻ. അപ്പൊ അനീഷ എന്റെ കിട്ടിയ നിനക്കെന്നാലും നായകന് വില്ലന് കഴിഞ്ഞു. ഇനി ഞാൻ സ്വപ്നത്തിൽ കണ്ട അതേ ചേട്ടനാണ് ചേട്ടൻ. ആണോ? എന്നാ മാറ്റി പിടിച്ചോളൂ സ്വപ്നം കണ്ടത്. വേണ്ട, എനിക്കത് മതി. ചേട്ടൻ ഓക്കെ, വീട്ടില് വന്ന് അച്ഛനോട് സംസാരിക്കും. അച്ഛനും അമ്മയ്ക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം. അത് വേണം. ഞാൻ അങ്ങനത്തെ ആളാ, അച്ഛനമ്മയുടെ വാക്ക് കേൾക്കാറുണ്ട്. ആണോ? അയ്യോ, അപ്പൊ എനിക്ക് വേണ്ട. താങ്ക് യു, ഞാൻ രക്ഷപ്പെട്ടു. ഇത് അന്ന് പറയുന്നത് സജ്ജു ചേട്ടാ രക്ഷപ്പെട്ടു. അല്ല, അവന് വീണ്ടും ഒരു 2 കണ്ണാടിയും കൂടിയാ വയ്ക്കുന്ന ബുദ്ധിമുട്ടാണെങ്കിൽ പറഞ്ഞ ഞാൻ ചെയ്തു തരാം. അടിപൊളി, നന്നായിട്ട് പ്രപ്പോസ് ചെയ്തു. അനീഷിലേക്ക് വരുമ്പോ എന്തിന്റെ ഡോക്ടറാ? ഞാൻ ഹോമിയോ. ഹോമിയോ. ഇവർക്ക് എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വരുമ്പോ ഇല്ല. അയ്യോ, സ്വന്തമായിട്ട് പണി വരുമ്പോഴേ ഞാൻ പുറത്തോട്ടാണ് പോകുന്നത്. ഇവരൊന്നും നോക്കാറില്ല? ഇവര് വരാറില്ല? ഇല്ല, ഞാൻ ആക്ച്വലി ഇപ്പോ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ? ഇല്ല, ഞാൻ അവിടെ ഇപ്പൊ എത്ര നാളായി അങ്ങോട്ട് പോയിട്ട്. ഞാൻ മധ്യപ്രദേശിലാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ ഷൂട്ടായിട്ട് അങ്ങോട്ട് പോകുന്നതേ കുറവാണ്. എന്തിനു വെറുതെ അറിയാത്ത പണിക്ക് പോകണം, അതാണ് സംഭവം. അപ്പൊ ഡോക്ടർ അല്ല. ഞാൻ ഡോക്ടറാണ്. എല്ലാം കഴിഞ്ഞു, പരിപാടി എല്ലാം കഴിഞ്ഞു. പിന്നെ ഈ ഒരു ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കോമ്പറ്റീഷൻ ഉള്ള ഫീൽഡാണ്. അപ്പൊ ഈ ഒരു ഫീൽഡിൽ നിന്ന് ഇപ്പൊ മാറിക്കഴിഞ്ഞാൽ ഒരു സൈഡ് ഞാൻ സേഫ് ആക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ സർട്ടിഫിക്കറ്റ് ആയി. ഇനിയിപ്പോൾ എനിക്ക് പ്രാക്ടീസ് ചെയ്യാൻ തോന്നി കഴിഞ്ഞാൽ എനിക്ക് എപ്പോൾ വേണം അങ്ങോട്ട് പ്രാക്ടീസ് ചെയ്യാനായിട്ട് പോകാം. പക്ഷേ ഈ ഒരു ഫീൽഡ് ഭയങ്കര കോമ്പറ്റീഷൻ ഉള്ള ഫീൽഡാണ്. ഇതിപ്പോൾ വിട്ട് കഴിഞ്ഞാൽ പിന്നെ കിട്ടില്ല. പിന്നെ ഇങ്ങോട്ട് വരുന്നത് ഭയങ്കര പാടാണ്. അത് ഈ പാടം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ കുറച്ച് നാൾ വീഡിയോ ഇടാണ്ടിരുന്നാൽ തന്നെ നമ്മുടെ അക്കൗണ്ട് ഡെഡ് ആവും. അപ്പൊ പിന്നെ കുറച്ച് നാൾ ഇതിനായിട്ട് മാറി കഴിഞ്ഞാൽ അതിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാം. പക്ഷേ ഈ ഒരു പാഷൻ കളഞ്ഞിട്ട് പോകേണ്ടി. പാഷനേറ്റ് ആയിട്ടുള്ള ഒരു പുള്ളിയാ. അവന്റെ മൈക്ക് മാറ്റി വെച്ചാൽ കണ്ടിട്ടേ എല്ലാരും കമന്റ് ഇടാ, പയ്യനാരാ അവന്റെ 5 അക്കൗണ്ടിൽ ആ പേര് വരുന്നു. ഇതില് കൂടുതൽ ഇപ്പൊ ബേബി റിലേറ്റഡ് വീഡിയോസ് ഒക്കെ ചെയ്യാറുണ്ടല്ലോ. അപ്പൊ റിയൽ ലൈഫില് ബേബി എങ്ങനെയാ? റിയൽ ലൈഫിൽ അതായത് അതാണ് ഇൻഡയറക്റ്റ് ആയിട്ട് എങ്ങനെ പോകുന്ന റിലേഷൻ എന്നാണ് ചോദിച്ചത്. എനിക്ക് മനസ്സിലായി. കുഴപ്പമൊന്നുമില്ല. ഇത് കഥയും കഥാപാത്രങ്ങളും എല്ലാം സാങ്കല്പികമാണ്. പിന്നെ ഇല്ല, റിയൽ ആയിട്ടുള്ള ഇൻസിഡൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് കുറച്ചൊക്കെ ഉണ്ട്, ഇല്ലാന്നൊന്നുമില്ല. പക്ഷെ മൊത്തത്തിലൊന്നുമില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോ എനിക്ക് എന്തൊരു ഓക്കെ ഒരുപാട് എനിക്ക് ഈ വീഡിയോയിൽ തന്നെ വീഡിയോ ഇടുന്ന സമയത്ത് കമന്റ്സ് അല്ലാണ്ട് തന്നെ കുറെ മെസ്സേജ് ഒക്കെ വരും. അപ്പോൾ ഈ പണ്ട് ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരുന്നവർക്കെല്ലാം കൂടുതൽ മുമ്പ് എക്സ് ലവേഴ്സ് ഉണ്ടല്ലോ, പണ്ട് അനുഭവിച്ചിരുന്നവർ അവരുടെ സ്റ്റോറീസ് ഒക്കെ വന്ന് പറയും ഇങ്ങനെയാണ്. അതിൽ നിന്ന് കുറെ കണ്ടന്റ് കിട്ടാറുണ്ട്. പിന്നെ കുറെ സാധനങ്ങൾ രണ്ടുണ്ട്. ഇങ്ങനെ ടോക്സിക് ആണോ? ടോക്സിക് ബോയ് ഫ്രണ്ട് ആണോ? ഞാനോ? ടോക്സിക് ഞാൻ അങ്ങനെ ഭയങ്കര ടോക്സിക് ആയിട്ടൊന്നുള്ളതൊന്നുമല്ല. നമ്മൾ ഈ വീഡിയോ കൂടെ ചെയ്തിട്ട് അങ്ങനെ തന്നെ കാണിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അതുകൊണ്ട് അല്ല, അങ്ങനെയല്ല. ഓക്കെ, ഗെയിം എന്താണെന്ന് വെച്ചാൽ വളരെ ഫ്രഷ് ആയിട്ടുള്ള ഒരു ഗെയിമാണ്. ഞാനിപ്പോൾ ഒരു സ്റ്റെപ്പ് ഇവർക്ക് കാണിച്ചു കൊടുക്കും, ഇവൻ അടുത്ത ആൾക്ക് കാണിച്ചു കൊടുക്കും, അടുത്ത ആൾക്ക് കാണിച്ചു കൊടുക്കും. അങ്ങനെ ലാസ്റ്റ് ഏത് ആളാണോ
ലാസ്റ്റ് എത്തുന്ന ആൾ എന്താണോ കാണിക്കുന്നത് അത് നമുക്ക് കാണാം. ആ തുടങ്ങട്ടെ. മാമു അയ്യോ ചെയ്തോ. എന്താണ് മച്ചാനെ കളിച്ചോ. ആ ഓക്കെ. ഞാൻ തന്നെ സൂപ്പർ. അവിടെ ആണ് ഇത് കഴിഞ്ഞല്ലേ? ഓക്കെ. അങ്ങനെ ചാടി ചാടി പോവാൻ വഴി. ആരോമലാണ് കറക്റ്റ് ആയിട്ട് ക്യാപ്ചർ ചെയ്തത്. ആരോമല്ലേ നമുക്ക് കിട്ടുന്നതല്ലേ നമുക്ക് കളിക്കാൻ പറ്റുള്ളൂ. ആ തെറ്റിച്ചത് ഇവിടുന്നല്ലേ. സച്ചല്ലേ തെറ്റിച്ച്? ഞാൻ ഒരു സ്റ്റെപ്പ് വിട്ടു. സ്റ്റെപ്പ് കണ്ടിട്ട് സ്റ്റെപ്പ് വിട്ടോളൂ. ഫ്രണ്ടിലേക്ക് ഇങ്ങനെ ചാടിയതാണോ? സച്ചു ഞാൻ ബാക്കിലോട്ടാണ്. അല്ല ബാക്കിലോട്ട് തന്നെ ചാടിയ എല്ലാരും. ആണോ? എല്ലാരും ബാക്കിലോട്ടല്ലേ? അല്ല, ഈ സൈഡ് സൈഡ് ഈ ഒരു സ്റ്റെപ്പ് വിട്ടുപോയി. പ്ലാനടെ അതിങ്ങനെയാണ് കാണിച്ചത്. അതെന്തായാലും കാണിക്കാൻ സാധ്യതയില്ല. അതെന്താ ആ സ്റ്റെപ്പ് കാണിക്കാൻ സാധ്യതയില്ല. ഓക്കെ. അപ്പൊ നമുക്കിനി ബാക്കി ഇന്റർവ്യൂലേക്ക് പോവാം. ഹലോ, ഉറങ്ങിയോ നീ? ഇല്ല. സ്കൂളിലെ ഫാൻസ് ഒക്കെ എന്ത് പറയണു? ഗേൾ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടോ? ഇല്ല. മൂന്നെണ്ണുണ്ടോ? അത് അവനാണ്. അവന് 3, 4, 5, 6 മൈക്ക് എന്തിനാ നീങ്ങണത്? അവനെ ചൂണ്ടാനുള്ള സാധനമല്ല. അവനുണ്ട്. അവന് ഇഷ്ടം പോലെ. ആരോമില്ല. എനിക്കില്ല. നിനക്കുണ്ടല്ലോ, നീ അല്ലേ പറഞ്ഞ. ഈ കാറ് വരുന്നപ്പോഴും നീ പറഞ്ഞില്ലേ? ആണോ? ആരാ ക്രഷ്? ആരാ? എനിക്കാരില്ല. സത്യം പറ. ഇല്ല സത്യമായിട്ടില്ല. അറിഞ്ഞ എന്റെ വീട്ടിൽ നടിക്കും. അതുകൊണ്ടാണ് ഇല്ല. കോൺസെപ്റ്റിലുള്ള ഗേൾ ഫ്രണ്ട് എങ്ങനത്തെ ഗേൾ ഫ്രണ്ട് ആയിരിക്കണം? എന്താ നിന്റെ ഭാവനയിലുള്ള ഭാവനയിലുള്ള മസ്താനിയെ പോലെ മതി. അങ്ങനെയൊന്നും വേണ്ട. അങ്ങനെ വേണ്ടെന്ന് അങ്ങനെ രണ്ട് സെക്കൻഡ് അയ്യേ അങ്ങനെ വേണ്ടെന്ന്. എടാ സാറേ എല്ലാരും അങ്ങനെയൊന്നുമില്ല. ഐശ്വര്യ റായെ പോലെ. ഐശ്വര്യ പോലെ. സൗന്ദര്യത്തില് ഒക്കെ വിശ്വസിക്കുന്നുണ്ടോ? നിറം, വണ്ണം, ബാഹ്യമായ സൗന്ദര്യത്തിലാണോ? ഫിസിക്കൽ അപ്പിയറൻസ്? മനസ്സിന്റെ സൗന്ദര്യത്തിലാണ് മനസ്സാണ് വിശ്വസിക്കുന്നത്. ഇഷ്ടപ്പെടുന്ന എന്ത് ക്വാളിറ്റി വേണം മനസ്സിൽ? ഇപ്പൊ ഞാൻ ഇന്റർവ്യൂ എടുക്കുന്ന കാര്യമില്ല. നീ ഇതിന് ചോദിക്കുന്നുണ്ട്. അങ്ങനെയൊന്നുമില്ല. നീ ഇച്ചിരി ഉറക്കെ പറയണേ. ഇപ്പോഴല്ലല്ലോ. പെണ്ണായാ മതി അല്ലേ? ആ ബാഹ്യവും ആന്തരികമൊന്നുമില്ല. എനിക്ക് അങ്ങനെയൊന്നുമില്ല. ടാർസൻ ഇഷ്ടമാണ് നിനക്ക്? മുടി വളർത്തിയാ മതിയല്ലേ? അതിന് ഇഷ്ടമാണോ? എങ്ങനെ ക്ലീൻ ഷേവ് അടിച്ചിറക്കാം. ഞാൻ അപ്പുറത്ത് വരിക്കാം. എന്റെ വീട്ടുകാർ നോക്കും. അപ്പൊ അത് സമയമാകുമ്പോ വീട്ടുകാർ നോക്കി ഒരു നല്ല കുടുംബത്തിൽ ചെന്നേക്കാറല്ലടാ വളക്കുന്നുണ്ട്. ഞാൻ അവളെ കൊണ്ടുപോകാറുണ്ട്. ഓ ഇനി അതിലൊന്നും കാര്യമില്ല. അതൊന്നും കുഴപ്പമില്ല. എവിടെ വേണമെങ്കിലും പോവാലോ. ഇക്വാലിറ്റിയാണ് എല്ലാവരും പറയണത്. വിജയ് എന്തിനാണ്? ബിജോയ്ക്ക് ലവ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ? റൊമാൻറ്റിക്, അവന്റെ ഫസ്റ്റ് റൊമാൻറ്റിക് ബേബി റിവീലിംഗ് ആയിരുന്നു. ആണോ? പിന്നെ അതിന്റെ ഓരോ കമന്റ് എനിക്ക് 23,000 ലൈക്ക് ഉണ്ട്. ഞാൻ ഒരു കമന്റ് 30,000 ലൈക്ക്. വീഡിയോക്കില്ല നമ്മളെ. ചുമ്മാ എന്നിട്ട് ഒരു അടവും എന്നിട്ട് സ്റ്റോറി എന്നിട്ട് ഇതെന്റെ കുറെ പേര് ചോദിക്കുന്നു ഇതെന്റെ ഗേൾഫ്രണ്ട് ആണോ എന്ന്. ആ ചോദിച്ചവർ ആ മെസ്സേജ് കാണിച്ചു
കാണിച്ചു ഫസ്റ്റ്. ഞാൻ ഇവിടെ പറഞ്ഞതിന് മുമ്പേ ഞാൻ പറഞ്ഞു ചേട്ടാ ഈ കാര്യം ഒന്നും എടുത്തിട്ടല്ലേ വെറുതെ ഞാൻ താറ്റ് വാങ്ങുമെന്ന് പറഞ്ഞു. അപ്പൊ ഇല്ല കുഴപ്പമില്ല സംസാരിക്കാന്ന് പറഞ്ഞു. ഇല്ല ഇനി ഗേൾ ഫ്രണ്ട് ഒന്നും ഇല്ല. പിന്നെ ക്രഷ് ആണോ? അത് പറയാൻ പോലും വയ്യ. ആ ഗേൾ ഫ്രണ്ട് ഇന്നലെ വേറെ ഒരുത്തൻ്റെ ക്ഷേത്രത്തിൽ നിൽക്കുന്നുണ്ട്. അത് കണ്ടിട്ട് സീനായിട്ട് കലിപ്പ് പൊട്ടിയിരിക്കണം. ചുമ്മാ എന്റെ പൊന്നാട്ട. അയ്യോ ഇതൊന്നും ടെലികാസ്റ്റ് എല്ലാ തെളിവും ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ പോയി ഞാൻ പറഞ്ഞില്ലേ എന്റെ വീഡിയോയിൽ പലതും ഞാൻ ഓരോരുത്തരുടെ ലൈക്കിൽ എടുക്കാറുണ്ടെന്ന് പറഞ്ഞില്ലേ, അതേപോലെ ഇങ്ങനെ സംഭവം സന്ദർഭങ്ങൾ മുന്നിൽ ഉണ്ടാവാറുണ്ട്. വിഷമമുണ്ടോ നിനക്ക്? എന്റെ ഗേൾ ഫ്രണ്ട് ഒന്നും അല്ല അത്. ആ സംഭവം ബെസ്റ്റ് എന്റെ ബെസ്റ്റ് ആയിരുന്നു. അത് പറയാനുള്ള ധൈര്യം എന്റെ ബെസ്റ്റ് ധൈര്യമുള്ളവൻ കൊണ്ടുപോയി. ഇപ്പൊ വേറെ ആരുടെ ഗേൾ ഫ്രണ്ട്? എന്റെ ഗേൾ ഫ്രണ്ട് അല്ല അത് നമ്മൾ വെറുതെ നമ്മൾ സ്കൂളിൽ ഫെയർവെൽ ഉണ്ടായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് വെറുതെ കറങ്ങാൻ വേണ്ടി പോയപ്പോ എടുത്തൊരു വീഡിയോ ചുമ്മാ എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ഇട്ടത് അവള്. അപ്പം അത് റീച്ച് ആയി പോയി. നീ എഡിറ്റ് ചെയ്ത് കൊടുത്തു. നമ്മൾ ഒരു വീഡിയോ ചെയ്തു തരൂല. ടാർസ് ഒരു വീഡിയോ എന്റെ കല്യാണത്തിന് ഒരു കോട്ട് വാടകയ്ക്ക് എടുത്ത് പാവം പുള്ളി ഇത്തിരി നടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു BMW ഫ്രണ്ട് കൂടെ അങ്ങോട്ടും ഇപ്പൊ ഈ കഴിഞ്ഞ മാസമാണ് കൊടുത്തത്. ഇപ്പൊ ഇവന്റെ ഒരു പെണ്ണിന്റെ കൂടെ പോയത് ഒരു മണിക്കൂർ കൊണ്ട് എഡിറ്റ് ചെയ്ത് കൊടുത്ത് അത് 2 ലക്ഷം ലൈക്ക് ഒക്കെ കിട്ടി. അമ്പോ പോട്ടെ, സാരില്ല, നിനക്ക് വരാനുള്ളതായിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ വീഡിയോഗ്രാഫറിലേക്ക് ചോദിക്കാം. ഇപ്പൊ ഇവരുടെ കൂടെ എത്ര നാളായിട്ടുണ്ടോ? ഞാൻ ടിക്ടോക്ക് കൂട്ടുകാരുണ്ട് ഇവരോട്. ഉണ്ടോ? എത്ര വർഷമായിക്കാണല്ലേ ഞാനും കൊച്ചിലോട്ടുള്ള ഫ്രണ്ട്സ് നമ്മൾ ഒരുമിച്ച് കളിച്ചു വളർന്നവരാണ്. ഞാൻ പിന്നെ അനീഷിനെ പിന്നെയാണ് നമ്മൾ കമ്പനി ആവുന്നത്. അനീഷ് ഞാനും നമ്മള് 10ാം ക്ലാസ് തൊട്ടുള്ളൂ, 10 തൊട്ട് ഉള്ള വീടിന്റെ അടുത്ത്. അപ്പോഴാണ് അവൻ വീടിന്റെ അടുത്തുള്ള നമ്മള് ക്രിക്കറ്റ് കളിക്കാനൊക്കെ പോയി അങ്ങനെ പരിചയപ്പെടുന്നതാണ്. അടുത്തടുത്താണ്. പിന്നെ അവൻ ടിക്ടോക്ക് ഹീറോ ആയി. അതെ അതെ, ഞാൻ കണ്ടിട്ടുണ്ട്. അനീഷ് പിന്നെ അങ്ങനെ ആകർഷിച്ച് നമ്മളെ കൂടെ കൂടി എന്റെ ചോദിച്ചു. ഇവരിങ്ങനെ വീഡിയോസ് ഒക്കെ എടുക്കുമ്പോഴേ ഏറ്റവും കൂടുതൽ ടേക്ക് ഒക്കെ പോകുന്നതാണ് അനീഷാണ്. പണ്ടോട്ട് അനീഷാണ്. ഇപ്പൊ മാറി ഇപ്പൊ ആരോമലാണ്. ആരോമൽ എത്ര ടേക്ക് പോകാറുണ്ട്? അത് പ്രശ്നം എന്ന് അറിയാമോ, അവന് അഭിനയിക്കണേക്കാൾ കൂടുതൽ ഇപ്പൊ ഡയറക്ഷനിലോട്ടൊക്കെ നോക്കുന്നുണ്ട്. പറഞ്ഞുതരും ആംഗിളും കാര്യങ്ങളൊക്കെ. അപ്പോഴാണ് ഇപ്പൊ ടേക്ക് മാറിപ്പോണത്. നമ്മുടെ അടുത്ത് പറയാം ചേട്ടാ ഇതുവരെ ഓക്കെ ആണെങ്കിൽ ഇപ്പുറത്തോട്ട് പോയി ചേട്ടാ, ഇങ്ങനെ പോയി ചേട്ടാ, ഡയറക്ഷൻ പഠിപ്പിച്ചു തരും. അവനെല്ലാം അറിയാം. വളർന്നു പറഞ്ഞ ഒരു ഡയറക്ടറാണ് പുള്ളി. ഇപ്പൊ ആരോമല് കഴിഞ്ഞ ഏറ്റവും കൂടുതൽ ടേക്ക് പോകുന്നതാണോ? ബാക്കി എല്ലാവരും ഓക്കെയാണ്, വലിയ കുഴപ്പമില്ല. ഇല്ല ഇല്ല. ഇപ്പൊ ഇവരുടെ ലവ് സ്റ്റോറി മാരേജ് ഒക്കെ കണ്ടിട്ട് ആഗ്രഹം തോന്നിയോ ഇതേപോലെ ലവ് ചെയ്യാൻ? ഒരിക്കലും തോന്നുന്നതാണ് വെച്ച് പറഞ്ഞത്. ഉറപ്പായിട്ടും എല്ലാവർക്കും തോന്നും. നമ്മളങ്ങനെയാണ്. പറയുകയും ചെയ്യും പ്രേമിക്കല്ലേ ഈ കൂട്ടത്തിൽ എല്ലാവരുടെ പറയും. അതങ്ങനെയല്ല, ഇക്കാലത്ത് അറിയാലോ, അതാണ് പറയുന്നത്. അറിയാന്നുള്ളത് പറ. ഓക്കെ, പറ. തോന്നിയിരുന്നോ അതല്ല കല്യാണം കഴിക്കാൻ? ഇല്ല, ഇപ്പൊ തോന്നിയില്ല എന്തായാലും. അത്ര വയസ്സൊന്നുമില്ല. എല്ലാ കൊച്ചു പയ്യന്മാരാണ്. എന്താ കോൺസെപ്റ്റ് എന്താ? അങ്ങനെ ഇല്ല, ജസ്റ്റ് നമ്മളെ ഒരു ക്യാരക്ടർ മാച്ച് ചെയ്ത ഒരാൾ വരണം, അത്രേ ഉള്ളൂ. ജസ്റ്റ് അത്രേ ഉള്ളൂ. വേറെ എങ്ങനെ രാവിലെ എണീക്കണം, ചായ കൊണ്ട് തരണോ? ഏയ് ഇല്ല, അതൊക്കെ പഴയ കോൺസെപ്റ്റ് അല്ലേ. ആര് പറഞ്ഞ അത് ഇപ്പോഴും ഉണ്ട്, ഞാൻ കൊണ്ടുവരൂലേ ചായ. ഒടിക്കുമ്പോ സാധനം കയ്യിലെത്തണം. ഞാൻ വിളി കേട്ടില്ലെങ്കിൽ വഴക്കുറയും. ഇത്ര പ്രാവശ്യം കൊണ്ട് ഞാൻ വിളിക്കണത് എന്ന് പറഞ്ഞ് വഴക്കുറയും ഇല്ലേ? ബാക്കി പറ. വിളിക്കണം ചായ, മേഘാന്ന് വിളിക്കുമ്പോ ഫുഡ്, മേഘാന്ന് വിളിക്കുമ്പോ സച്ചിനോട് കലിപ്പനാണോ? ഇവര് കലിപ്പന് കാന്താരിയാണോ? അതെ, ഞാൻ കണ്ടിട്ടുണ്ട്. ആദ്യം സ്നേഹിക്കും, പിന്നെ കുറച്ചുകൂടെ കഴിഞ്ഞ് കലിപ്പാണ് രണ്ടുപേരും. അടിയാവും, സ്നേഹിക്കും അടിയാവും, സ്നേഹിക്കും അടിയാവും. നിന്റെ കോൺസെപ്റ്റ് എന്താ? എനിക്കങ്ങനെ പ്രത്യേകിച്ച് കോൺസെപ്റ്റ് ഒന്നും ഇല്ല. ചുമ്മാ അതിനെ പറ്റി ആലോചിച്ചിട്ട് പോലും ഇല്ല. വിഷമത്തിന് പുതിയ ഒരെണ്ണം സെറ്റ് ആക്കണ്ടേ? ഇന്നലെ വിളിച്ച് കരച്ചിലായിരുന്നു. ക്ഷേത്രത്തിൽ വേറെ പയ്യനായിട്ട് കണ്ടു. സീരിയസ് ആയിട്ട് എന്റെ അമ്മയാണ് സത്യം. എന്താ അമ്മയെ സത്യം കേട്ടോ.
അതവിടെ ക്യാമറ കിട്ടും. പോയി അത് പോയി കോൺസെപ്റ്റ് ഒന്നുമില്ല ഗേൾ ആ ഫ്രണ്ട്. പോയ കുട്ടിയോട് എന്തെങ്കിലും പറയാനുണ്ടോ? സൂം ചെയ്തു നീ പോയാ എനിക്ക് പറ. കമ്മലിട്ട് പോയാൽ കടുക്കിട്ട് വരാൻ പറടാ. കടക്കാനും വരൂല അവസാനം അല്ല അത് സംഭവം എന്റെ ഗേൾ ഫ്രണ്ട് അല്ലല്ലോ എനിക്ക് അങ്ങനെ പറയാ. പിന്നെ നിനക്ക് ഇത്ര വിഷമം തോന്നുന്നു അത് പറയുമ്പോ? ചുമ്മാ നീ പറഞ്ഞു ആ ക്യാമറ. ക്യാമറയിലുണ്ട് അവന്റെ മുഖം മാറിയത്. അതെ അതെ, ഇല്ല ഒരിക്കലും ഇല്ല. വന്നപ്പോ ചിരിച്ചിരുന്ന എന്നാ മുഖം. അവന്റെ അടുത്ത് ഒരു പാട്ട് പാടാൻ പറയാം. ആ പാട്, ആ കുട്ടിക്ക് വേണ്ടി ഒരു പാട്ട്. എനിക്കങ്ങനെ പാട്ട് പാടാനൊന്നും അറിഞ്ഞൂടാ. ചുമ്മാ പാട്ട് പാടും. പാട്. ഇന്നലെ മറ്റേ അർജുൻ അശോകിന്റെ പാട്ട് പാടിയല്ലോ നീ ഏതത്? ഇന്ന്. ആ, ബ്രഹ്മയുഗത്തിലെ. സൂപ്പറായിട്ട് പാടിക്കൂടാ. പാടി നിന്ന്. അത് പാട്, പാട്. ഇല്ല പാടാനൊന്നും അറിഞ്ഞൂടാ. ആരും ഇവിടെ സിംഗറല്ല, ആരും സിംഗറല്ല. ബിജു നിന്റെ ഒരു പാട്ട് പ്ലീസ്. ഞാൻ അവന് പുഞ്ചിരി തഞ്ചിന്റെ ഒരു വരി പാടാം. 4 വരി പാടണം. പുഞ്ചിരി തഞ്ചു ഒരു വരിയാ. ഒരു വരി പറ്റില്ല. പുഞ്ചിരി തഞ്ചും ചുണ്ടിലൊരോ മൽ കൊഞ്ചൽ കുളിരേ. ഞാൻ ഇതാണ് പാടാത്തത്. അടുത്തത് ആരോഗ്യം പാടും. ഇല്ല ഞാൻ പാടണില്ല. ഇല്ല ഒന്നും ഇല്ല പാടണ. ഇല്ല, അല്ല, പാട്. ഒന്നും പറയില്ല. ആരോമലിന്റെ ഫ്രണ്ട് തോറ്റെടുക്കരുത്. അതെ, പുഞ്ചിരി തഞ്ചും ചുണ്ടിലൊരോ മൽ കൊഞ്ചൽ കുളിരേ കനവിലൊരോ മൽ കുളിരേ. ഇന്നലെയോളം കേട്ടില്ല ഞാനീ പൂന്തേൻ ചിന്ത് ഇവൾ എനിക്കെന്റെ പ്രിയങ്കരി. അതെന്നെ ടാറസ് നോക്കി പാടുന്നത്. മൊട്ടടിച്ച് നടക്കേണ്ട ബൈക്കോട്ടി ബാക്ക് കിടത്തി. അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ആരോമലിനെ കൊണ്ട് പാട്ട് പഠിക്കണം അതല്ലേ പാട് പ്ലീസ്. രണ്ടുപേരും പാടി. ആരോഗ്യം മറുപടി കൊടുക്കണം. ഈ സച്ചു ചേട്ടൻ കലിപ്പനാണോന്ന് ചോദിച്ച ഇവൻ ഒരു വലിയ കലിപ്പനാണ്. ഇവന് ഗേൾ ഫ്രണ്ട് ഇല്ലെന്ന് പറഞ്ഞ ചുമ്മയാണ്. ഇവന്റെ ഫോൺ എടുത്ത് നോക്കിയാറ്. ഇവൻ ഒരു ദിവസം നമ്മള് ഷൂട്ട് എടുത്തോണ്ടിരുന്നപ്പം ഒരു പെൺകൊച്ചു വിളിച്ചിട്ട് പറഞ്ഞു പള്ളി പൊക്കോട്ടാന്ന് എന്തിനാ ചോദിച്ചു. ഇവൻ പറഞ്ഞില്ല പോവാൻ പറ്റൂല എന്ന് പറഞ്ഞോണ്ട് മൊത്തം കലിപ്പ്. ചേട്ടാ അവളും 20 പയ്യന്മാരും കൂടി പോണ. അപ്പൊ ഞാൻ നീ വിട്ടാ ഞാൻ പോവാൻ പറഞ്ഞു വീഡിയോ കോൾ ചെയ്ത് വെച്ച് പൊക്കോ. അങ്ങനെ എന്താ പറഞ്ഞു. അവളെ പേര് ഷെയർ ചെയ്യൂല. ലവിന്റെ സിമ്പല ഹാർട്ട് അങ്ങനെ എന്തെങ്കിലും ഉള്ളു. പേര് വെളിപ്പെടുത്തൂല, ചോദിച്ചാലും പറയില്ല. പേരെന്താ? ഒരു ദിവസം നമുക്ക് ഷൂട്ട് ഉണ്ടായിരുന്നു. ഇന്ന് വൈറൽ തന്നെയല്ലേ. നമ്മളെല്ലാം തിരക്ക് മാറ്റി സച്ചിയുടെ നീ പെട്ടെന്ന് പോകണം, പെട്ടെന്ന് കാര്യം എന്താ? അത് എന്റെ പെണ്ണ് വീട്ടിൽ ഇരിക്കണ്. മുറിക്കാൻ അവളെ ബർത്ത്ഡേ പോവാണ്. പൊന്നു അണ്ണ ഞാൻ എന്തിനു വേണം കാല് പിടിക്കാൻ എന്റെ പറഞ്ഞു വിടത്. അവന് നമ്മളൊന്ന് പേടിച്ച് വീട്ടിൽ ഇരിക്കണ് വീട്ടിലോട്ട് വിളിച്ചെന്ന്. അവൾ പറഞ്ഞതിൽ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. ഇത് എന്റെ വീട്ടിലിരിക്കണം നല്ല പറഞ്ഞ അവളെ വീട്ടില് കേക്ക് മുറിക്കാൻ വേണ്ടി വിളിച്ചെന്നെ. അപ്പം എനിക്ക് അങ്ങോട്ട് പോകണമായിരുന്നു. അപ്പൊ നമ്മളെ കുറെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ മാത്രം അങ്ങനെ ലേറ്റ് ആയിട്ട് പോണം. അപ്പം ഞാൻ പറഞ്ഞു പെട്ടെന്ന് പോണം അന്നത്തെ ഒരു ദിവസം മാത്രം എന്ന് പറഞ്ഞ അന്ന് മാത്രം. അതാണ് ആരോമൽ ഉള്ളതിൽ ഏറ്റവും കൂടുതൽ പോവാതിരിക്കാൻ വേണ്ടി അത് 1 മണിക്കൂറിന്റെ തീക്കാത്ത സാധനം 3 മണിക്കൂർ 12:30 പോണോന്ന് പറഞ്ഞവരാണ്. പിന്നെ എപ്പോഴാ പോയാ 2:30 നീല കുറച്ചെടുത്ത് പെണ്ണില്ലാന്ന് പറഞ്ഞ അത് ആരും ഞാൻ പറഞ്ഞില്ല. ഫ്രണ്ട് അത് ഫ്രണ്ടിന്റെ ബർത്ത്ഡേ. ഫ്രണ്ടിന്റെ ബർത്ത്ഡേ